ഹലോ! ഇതൊരു പാതിരാത്രി വ്ലോഗാണ് കേട്ടോ. വേറൊന്നുമല്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ദേ വെളുപ്പിന് ഏകദേശം 4:50 ആയി കേട്ടോ. വിശന്നിട്ടാണെങ്കിൽ കണ്ണും കയ്യും ഒന്നും കാണാൻ വയ്യ. നേരെ അടുക്കളയിൽ ചെന്ന് നമ്മുടെ സൂത്രം ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം എടുത്ത്, സൂത്രമെന്ന് ഞാൻ പറയുന്നത് ഈ പലഹാരങ്ങളാണ് കേട്ടോ. ഞാനും എൻ്റെ ചേച്ചിയും കുഞ്ഞിലെ പലഹാരത്തിന് സൂത്രം വേണേ എന്നും പറഞ്ഞാൽ കരഞ്ഞിരുന്നതെന്ന് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടിന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. സാധാരണ ഇത്രയും ഫിൽഡൊന്നും ആയിരിക്കത്തില്ല. ഇതിപ്പോൾ 2-3 ദിവസമായിട്ട് സംഭവങ്ങളൊന്നും കൈയെടുക്കാൻ എനിക്ക് സമയം കിട്ടാഞ്ഞത് കൊണ്ട് മാത്രം അങ്ങനെ നിറഞ്ഞു തിങ്ങിയിരുന്നതായിട്ടും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്കും കിടന്നുറങ്ങും. രാത്രി ഒരു 8-9 മണിയാകുമ്പോഴത്തേക്ക് അത്താഴം കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എണീക്കത്തില്ല. എന്നിട്ട് പിന്നെ എനിക്ക് ബോധം വരുന്നത് ഒരു 12:30-1 മണി സമയത്താണ് കേട്ടോ. അന്നേരം എഴുന്നേറ്റിട്ട് പറയും, നിങ്ങളാരും എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ല, എനിക്ക് വിശന്നിട്ട് മേല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇതുപോലത്തെ സൂത്രത്തിൻ്റെ ടിന്ന് പെറുക്കി തപ്പിയിട്ട് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ എപ്പോഴും കട്ടൻ ചായയും ചൂടുവെള്ളവും ഡൈനിങ് ടേബിളും ഉണ്ടായിരിക്കും. കട്ടൻ ചായ കുടിച്ചാൽ സത്യം പറഞ്ഞാൽ ഉറക്കം പോകുന്ന. പക്ഷേ ആ സമയത്ത് പുറത്ത് നല്ല മഴയായിരുന്നുകൊണ്ട് ചായ കുടിക്കാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നിട്ട് ഓൾറെഡി ലേറ്റായിട്ടാണ് കിടന്നത്. ഉറക്കം വന്നില്ല. പിന്നെ നമ്മുടെ കപ്പ് കേക്ക്, ഇതിന് മഫിൻസ് എന്നാണ് പറയുന്നതെങ്കിലും എനിക്ക് ആദ്യം കപ്പ് കേക്ക് എന്നേ വായി വരുള്ളൂ കേട്ടോ. ഇതും കൂട്ടി കുറച്ച് കട്ടൻ കുടിച്ചു. ചില സമയത്ത് ഞാൻ അത്താഴം സ്കിപ്പ് അടിക്കാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, കഴിക്കാനുള്ള മടി കൊണ്ടാണ്. പിന്നെ കുറച്ച് ചിപ്സും അടിപൊളി ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ചിപ്സും കട്ടനും കപ്പ് കേക്കൊക്കെ പണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് അമ്മ വീട്ടിൽ വിരുന്ന് പോകുമ്പോഴത്തേക്കും ഒഴിച്ചു വിടാനായിട്ട് പറ്റാത്തൊരു ഐറ്റങ്ങളിൽ ഒന്നായിരുന്നു കപ്പ് കേക്ക്. എന്താ പറയുക, അപ്പം മിനിയാൻറ്റി പറയും, അവർ വന്നിട്ടുണ്ട്, ആ പൊതിയിൽ ഉറപ്പായിട്ട് ഒരു പാക്കറ്റ് കപ്പ് കേക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവറും ഈ യെല്ലോ കളറിലെയും പിന്നെ വേറൊരു ലൈറ്റ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഫ്ലേവേഴ്സായിരുന്നു നമ്മൾ എപ്പോഴും മേടിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇതിൻ്റെ പേര് മഫിൻസാണ്. കപ്പ് കേക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇരുന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ക്രീംസും സാധനങ്ങളൊക്കെ വെച്ചതാണെന്ന്. പക്ഷെ നമ്മൾ പഠിച്ചതല്ലേ പാടൂ എന്ന് പറയുന്ന പോലെ അന്നും ഇന്നും ഇതിനെ പറയുന്ന കപ്പ് കേക്കാന്ന്. പക്ഷേ ആ ലിറ്റിൽ മഫിൻസ് അത് ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ, ഭയങ്കര മിനിയായിരുന്നു. അതുകൊണ്ട് തന്നെ 3-4 എടുത്ത് ചന്നം പിന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. ഓരോ കവർ എടുക്കുമ്പോഴും അപ്പുറത്തെ മുറിയിൽ അമ്മ കിടന്നിറങ്ങുന്നുണ്ട്, ഇപ്പുറത്തെ മുറിയിൽ ടിറ്റി കിടന്നിറങ്ങുന്നുണ്ട്. സൗണ്ട് കേട്ട് അവർ രണ്ടും എണീക്കുമെന്ന് ഓർത്ത് വളരെ നൈസായിട്ട് അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാതിരുന്നാണ് കേട്ടോ കഴിച്ചത്. പാതിരാത്രിക്ക് 12 മണി തൊട്ട് 3 മണി വരെ എനിക്ക് എന്താ പറയുക, അകത്തൊക്കെ എഴുന്നേറ്റ് നടക്കാനാണെങ്കിലും അല്ലെങ്കിൽ മിറ്റമൊക്കെ നോക്കാൻ, വാതിലൊന്ന് ഡോർ നോക്കാനൊക്കെ ആണെങ്കിലും പേടിയാണ്. എൻ്റെ കോൺസെപ്റ്റ് പ്രകാരം അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള കഥകളിൽ 12 മണി തൊട്ട് 3 മണി വരെയാണ് കള്ളന്മാരും പ്രേതങ്ങളും പിശാചുക്കളും അസുരന്മാരൊക്കെ ഇറങ്ങി നടക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ അവരെയൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല, എങ്ങാനും കണ്ണിൽ പെട്ടാൽ തീർന്നു. പക്ഷേ 4 മണിക്ക് ശേഷം ദേവഗണങ്ങൾ വരുന്നതാണ് അപ്പുറത്ത് ചേച്ചി പറയാറുള്ളത്. അതുകൊണ്ടാണ് പുലർച്ചെ എല്ലാവരും മിറ്റമൊക്കെ അടിച്ച് വിളക്കൊക്കെ കത്തിച്ച് കാത്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലെന്ന്. 4 മണിയാകാൻ ഏകദേശം സമയം മാത്രമുള്ളതുകൊണ്ട് ഞാൻ പേടിച്ചില്ല കേട്ടോ. പുറത്ത് തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ ദിവസമായിട്ട് മഴയാണ്. അപ്പം മഴയൊക്കെ ഒന്ന് നോക്കി ആസ്വദിച്ച്. പക്ഷെ അന്ന് ഒരുപാട് തണുപ്പും ഇല്ലായിരുന്നു കേട്ടോ, നമുക്ക് സഹിക്കാവുന്ന തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പിന്നെ അത്യാവശ്യം വിശപ്പൊക്കെ കേട്ടല്ലോ എന്ന് കരുതി പതുക്കെ ഞാൻ കിടക്കാൻ പോകുമ്പോൾ എൻ്റെ കസിനാണ് മൂടി പറിച്ച് കിടന്നുറങ്ങുന്നത്. അപ്പം ആളൊന്നും അറിയാതെ ഞാൻ പതുക്കെ വന്ന് കിടന്നു. പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ സംഭവം നടന്നല്ലോ, നീ അറിഞ്ഞോന്ന്? എവിടുന്ന്? അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.